LEARNINO. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിലെ ഫിസിക്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ പഴയ സിലബസ് പ്രകാരം ഈ ഒരു മൊഡ്യൂളിന് 3 മാർക്കാണ് മാക്സിമം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. റിലേറ്റഡ് ആയിട്ട് എന്താണ് എലാസ്റ്റിസിറ്റി, അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ്, സ്ട്രെസ്, സ്ട്രെയിൻ ഗേജ്, അതിൻ്റെ ഡയഗ്രാം, ഹൂക്സ് ലോ, ഒരുപാട് ലോസുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നന്നായി പഠിക്കണം. പിന്നെ സർഫസ് ടെൻഷൻ എന്താണ്, സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് സോളിഡിൽ അതിൻ്റെ ഷേപ്പ് അല്ലേ, ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്സിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തും യൂണിറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം ലാസ്റ്റ് ടൈം നടന്നിട്ടുള്ള എക്സാമിനകത്തൊക്കെ ഈ ഒരു മൊഡ്യൂളിന് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓരോ യൂണിറ്റുകളും പഠിച്ച് പോവേണ്ടതാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ യൂണിറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഞാൻ പറഞ്ഞു. സർഫസ് ടെൻഷൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് എനർജി, അതുപോലെ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിയ ഓപ്ഷൻ ന്യൂട്ടൺ പെർ മീറ്റർ, ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ന്യൂട്ടൺ. ഏതാണ്? കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുള്ളത്. അതായത് നമുക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം, ചിലപ്പോൾ ന്യൂട്ടൺ എന്ന ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ ഇത് നോക്കിയേ, ന്യൂട്ടൺ പെർ മീറ്റർ ആണോ, ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ. എഗെയിൻ എന്താണ്? ന്യൂട്ടൺ റിലേറ്റഡ് ആണ്, മീറ്റർ സ്ക്വയർ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ന്യൂട്ടൺ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ ഈസ് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ എന്താണ്? ഫോഴ്സ് ബൈ ലെങ്ത്. ചിലപ്പോൾ ഇത് നമ്മളോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് നോട്ട് ചെയ്യുക. സർഫസ് ടെൻഷൻ എന്താണ്? ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത്. നോക്കുക, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ, യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മറക്കരുത്. സർഫസ് ടെൻഷൻ ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. എത്ര നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ. അതുകൊണ്ടാണ് എന്ത്? സർഫസ് ടെൻഷൻ ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ. മറന്നു പോകരുത്. എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, ഓർത്ത് വെക്കണം കേട്ടോ. മറക്കരുത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ് ഒറിജിനൽ ഷേപ്പ് ഓർ സൈസ് വെൻ ദ ലോഡ് ഈസ് റിമൂവ്ഡ് ഈസ് കോൾഡ്. അതായത് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എലാസ്റ്റിസിറ്റി, വിസ്കോസിറ്റി, പ്ലാസ്റ്റിസിറ്റി, നൺ ഓഫ് ദിസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ് ഒറിജിനൽ ഷേപ്പ്. അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൈസിലേക്ക് തിരിച്ചു വരിക. പിന്നെ ലോഡ് ഈസ് റിമൂവ്ഡ് ഇറ്റ് ഈസ് കാൾഡ്. ലോഡ് റിമൂവ് ചെയ്ത്, അപ്പോൾ ഒരു സാധനത്തിന് എന്താണ് അതിൻ്റേതായ ഒരു ഒറിജിനൽ ഷേപ്പ് ഉണ്ടാകും. അപ്പോൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഒന്നുമില്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ ഫോർ എക്സാമ്പിൾ റബ്ബർ ബാൻഡിൻ്റെയൊക്കെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചെറിയ ക്ലാസ്സിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് വലിക്കുമ്പോൾ എന്താ ഒന്നും കൂടി നീളം അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിന് വേണമെങ്കിൽ എന്താണ് അത് മാറാം. അപ്പോൾ പക്ഷേ എന്താണ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ഷേപ്പ്, ഒറിജിനൽ ഷേപ്പ് എന്താണ്? ഒറിജിനൽ ഷേപ്പും അതിൻ്റെ സൈസും അതിൻ്റെ പഴയ രീതിയിലേക്ക് തന്നെ റീഗെയിൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീനെ നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, എലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ എലാസ്റ്റിസിറ്റി എന്താണ്? വെൻ ആൻ എക്സ്റ്റേണൽ force is applied to a rigid body, there is a change in its length, volume or shape. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രത്യേകം പറഞ്ഞിട്ട് റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? അവിടുത്തെ ലെങ്ത്, വോളിയം, അതിൻ്റെ ഷേപ്പിനൊക്കെ എന്ത് സംഭവിക്കും? ചേഞ്ചസ് വരും
അല്ലേ? പക്ഷേ നമ്മൾ ആ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് വരികയാണ്? അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതേ കണ്ടോ, റിമൂവ് ദ ബോഡി ടെൻസ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീനെ നമുക്ക് എന്ത് പറയാം? എലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഇനി എന്താ പറയുന്നത്? എലാസ്റ്റിസിറ്റി എന്ന് പറയാം. അതാണ് എലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അണ്ടർഗോ പെർമനന്റ് ഡിഫോർമേഷൻ ആണ് പ്ലാസ്റ്റിസിറ്റി. ഇനി എന്താ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the viscosity of a fluid is a measure of its resistance to the given rate. Viscosity describe a fluid resistance to flow എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫോഴ്സ് ഒരു റിജിഡ് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പും ലെങ്ത്തും വോളിയും ഒക്കെ ചേഞ്ച് ആവാം. പക്ഷേ ആ കൊടുത്ത ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? Next question number 3. According to Bernoulli's theorem, for the streamline flow of an ideal liquid, the sum of pressure, energy, kinetic energy and potential energy per unit mass is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബെർണോളിസ് തിയറം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ് ഈ ഒരു മൊഡ്യൂളിൽ. ആ ബെർണോളിസ് തിയറം പ്രകാരം ഫോർ ദ സ്റ്റീം ലൈൻ ഫ്ലോ ഓഫ് എൻ ഐഡിയൽ ലിക്വിഡ് ദ സം ഓഫ് പ്രഷർ, എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഈസ് എങ്ങനെയാണ്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി കോൺസ്റ്റന്റ്, ഓപ്ഷൻ ഡി ഇൻഫൈനൈറ്റ്. എന്താണ് വരുന്നത്? കോൺസ്റ്റന്റ് ആവുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതെന്താവുകയാണ് ചെയ്യുന്നത്? കോൺസ്റ്റൻ്റ് ആവുകയാണെന്നാണ് പറയുന്നത്. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് ദ പ്രഷർ, എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ എ സ്റ്റീം ലൈൻ ഫ്ലോ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുള്ളത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, P + ½ ρv² + ρgh = കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. P പറയുന്നത് പ്രഷറാണ്, റോ പറയുന്നത് ഫ്ലൂയിഡാണ്, P എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി, ഡെൻസിറ്റി കേട്ടോ. പ്രഷർ P പ്രഷർ, റോ ഡെൻസിറ്റി, H എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ്, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നന്നായി നോട്ട് ചെയ്യുക. ഇത് വെച്ച് ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓരോ വാല്യൂസും വേരിയബിൾസും എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം. Next question number 4. The Young's modulus of a steel is higher than of rubber. This indicate that steel is. അതായത് ഒരു യങ്സ് മോഡുലസ്, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്താണ്? റബ്ബറിനെയും കാട്ടി കൂടുതലാണെന്നാണ് പറയുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റീലിന് എന്താണ്? ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റീൽ ഈസ് ഏത് രീതിയിലാണെന്നാണ്. ഓപ്ഷൻ എ മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ, ഓപ്ഷൻ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് റബ്ബർ, ഓപ്ഷൻ സി ലെസ് ദാൻ ദാറ്റ് ഓഫ് റബ്ബർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. എന്താണ് വരുന്നത്? ഇറ്റ്സ് മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ ആയതുകൊണ്ടാണ്. അപ്പോൾ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് കേട്ടോ. മെഷർ ദ അതായത് ഒരു മെറ്റീരിയൽ സ്റ്റിഫ്നെസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് ഡിഫോർമേഷൻ മെഷർ ചെയ്യാനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി നോട്ട് ചെയ്യുക. അതായത് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ ആണ്. നോട്ട് ചെയ്യുക, സ്റ്റീൽ ഈസ് മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ. അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താ? ഇഫ് ഈക്വൽ സ്ട്രെസ് ഈസ് അപ്ലൈ ടു ബോത്ത് സ്റ്റീൽ ആൻഡ് റബ്ബർ ദ സ്റ്റീൽ പ്രൊഡ്യൂസ്. എങ്ങനെയാണ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കുറച്ച് സ്ട്രെയിന് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഹയർ ദാൻ റബ്ബർ. അതിനുള്ള അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റീൽ ഈസ് എങ്ങനെയാണ്? മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ എന്നാണ് പറയപ്പെടുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ. തിരിച്ചും മറിച്ചും, അതായത് സ്റ്റീലിൻ്റെ കേസിലും വരാം, റബ്ബറിൻ്റെ കേസിലും വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റോട് കൂടി അത്രയും ഇമ്പോർട്ടൻസ് കൂടി തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു പോവേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സിസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് R ആൻഡ് എ സർഫസ് ടെൻഷൻ T ഈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എക്സിസ് പ്രഷറാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് R, റേഡിയസ് തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ സർഫസ് ടെൻഷനും തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ ഏത് രീതിയിലായിരിക്കും? അപ്പോൾ ഈ ഒരു കേസിൽ
ഒരു കാര്യം അറിഞ്ഞിരിക്കണം, സോപ്പ് ബബിളിൻ്റെ കേസാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? സോപ്പ് ബബിൾ ആണ് അല്ലേ. അപ്പോൾ സോപ്പ് ബബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 സർഫസ് ഉണ്ട്. നോട്ട് ചെയ്യുക, സോപ്പ് ബബിളിന് എന്താണ്? 2 സർഫസ് ഉണ്ട് കേട്ടോ. സോപ്പ് ബബിളിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിനകത്ത് എന്താ വരുന്നത്? 2 സർഫസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഹാസ്, അതായത് സോപ്പ് ബബിളിന് എന്തുണ്ട്? 2 സർഫസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 2 സർഫസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ പ്രഷർ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = എന്താ വരുന്നത്? 2T/R ആണ് പ്രഷർ കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുല. അപ്പോൾ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർഫസ് ടെൻഷനാണ് സ്പെസിഫൈ ചെയ്യുന്നത്. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ബബിൾ ആണ് കേട്ടോ. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ബബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയില്ലേ. അപ്പം നമ്മളുടെ സോപ്പ് ബബിളിന് എന്തുണ്ട്? 2 സർഫസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ P = എന്ത് എഴുതാം? 2 × 2T/R എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4T/R എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4T/R എന്ന് നമുക്ക് കിട്ടി. ഇനി വേറെ കുറേ, അതിപ്പോൾ നമ്മളോട് സോപ്പ് ബബിൾ ആണ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ ലിക്വിഡ് ഡ്രോപ്പ് എന്നാണ്. ലിക്വിഡ് ഡ്രോപ്പ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക, അതിനകത്തുള്ള പ്രഷർ കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ അതിന് ഒരു സർഫസേ ഉള്ളൂ. അതിനെന്തേ ഉള്ളൂ? ഒരു സർഫസേ ഉള്ളൂ. സോ ഇവിടുത്തെ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2T/R ആണ്. അതുപോലെ എയർ ബബിൾ ചോദിക്കാറുണ്ട് കേട്ടോ. എയർ ബബിൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എയർ ബബിൾ ആണെങ്കിലും അവിടെ എന്താ? ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അതായത് ഒരൊറ്റ സിംഗിൾ സർഫസേ ഉള്ളൂ. അപ്പോൾ പ്രഷർ P = 2T/R ആണ് കേട്ടോ. ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം, എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സോപ്പ് ബബിളിൻ്റെ കേസിൽ പ്രഷർ കണ്ടുപിടിക്കുക, എക്സിസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ കണ്ടുപിടിക്കാൻ എന്താ? 2 × അതിന് 2 സർഫസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 × 2T/R 4T/R ആണ്. ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ അത് 2T/R ആണ്. എയർ ബബിൾ ആണെങ്കിൽ അത് 2T/R ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് നോട്ട് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യനിൽ ലിക്വിഡ് ഡ്രോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ, എയർ ബബിൾ ചോദിച്ചാൽ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നോട്ട് ചെയ്യാം. Next question number 6. Within the elastic limit, the ratio of longitudinal stress to longitudinal strain is known as. Longitudinal stress by longitudinal strain എന്തിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്, നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? ബൾക്ക് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, യങ്സ് മോഡുലസ്, പോയിസൺസ് റേഷ്യോ. ഏതാണ് വരുന്നത്? യങ്സ് മോഡുലസ് ആണ് അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ കാണിച്ചു തന്നതല്ലേ, നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അത് കണ്ടതാണ് അല്ലേ. യങ്സ് മോഡുലസിനെ എന്താ പറയുന്നത്? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ആൾസോ നോൺ as മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് ഡിഫൈൻഡ് as റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടെൻസിൽ ഓർ കംപ്രസീവ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അത് തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലും എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ യങ്സ് മോഡുലസ് ആണ്. Next question number 7. The terminal velocity of a small spherical ball falling through a viscous medium is proportional to. അതായത് നോക്കിയേ, ടെർമിനൽ വെലോസിറ്റി V of a small spherical ball is falling through a viscous മീഡിയത്തിലേക്ക് വീഴുമ്പോൾ അതെന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദ റേഡിയസ് ഓഫ് ദി ബാൾ, ഓപ്ഷൻ ബി ദ സ്ക്വയർ ഓഫ് റേഡിയസ്, ഓപ്ഷൻ സി ദ സ്ക്വയർ റൂട്ട് ഓഫ് റേഡിയസ്, ഓപ്ഷൻ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റേഡിയസ്. അപ്പോൾ അതെന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? അതായത് നമ്മുടെ സ്ട്രോക്സ് ലോ അനുസരിച്ച് ടെർമിനൽ വെലോസിറ്റി കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് സ്ട്രോക്ക് ലോ പ്രകാരം ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്മാൾ സ്പെരിക്കൽ ബോൾ ഫോളിംഗ് ത്രൂ എ വിസ്കസ് മീഡിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. സ്ക്വയർ ഓഫ് റേഡിയസ് ആണ് അതിൻ്റെ ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുലയാണിത്. അതായത് 2r² ഇൻറ്റു ρs മൈനസ് ρf
ഓഫ് ജി ബൈ 9 എപ്സിലോൺ. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഓരോന്നിൻ്റെയും ഇതിൽ ഡെറിവേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഞാൻ മുഴുവനല്ല നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്, അത് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ, ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഫോർ എ ഗിവൺ സ്പിയർ ആൻഡ് മീഡിയത്തിൻ്റെ കേസിൽ ആൾ ടേം എക്സ്പെക്റ്റ്, ഈ ഒരു ഇക്വേഷനിൽ R ഒഴിച്ച് ബാക്കി എല്ലാ ടേംസുകളും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ടെർമിനൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയത് ടെർമിനൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്താണ് സ്ക്വയർ ഓഫ് ദി റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ എക്സ്പ്ലനേഷനും ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലാണ് അത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അത് ഇൻ ഡെപ്ത് ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ആണത്. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിൻ്റെ ലാസ്റ്റ് ഡെറിവേഷനിൽ കിട്ടുന്ന ആൻസറാണ് ടെർമിനൽ വെലോസിറ്റി V = 2r², ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്മാൾ സ്പെരിക്കൽ ബോൾ ഫാളിംഗ് ത്രൂ എ വിസ്കസ് മീഡിയം ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ദി സ്ക്വയർ ഓഫ് ദ റേഡിയസിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്? നമ്മൾ യങ്സ് മോഡുലസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? യങ്സ് മോഡുലസ് നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. അതിൻ്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു യൂണിറ്റ്സുകളിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഈ യൂണിറ്റ്സുകൾ ഓരോന്നിൻ്റെയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും സ്പെസിഫൈ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. SI യൂണിറ്റ്, യങ്സ് മോഡുലസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? പാസ്കൽ, കെൽവിൻ, സ്ട്രെസ്, ജൂൾ. ഏതാ വരുന്നത്? പാസ്കൽ ആണ്. പാസ്കലിന്, അതായത് SI യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് എന്ന് പറയുന്ന പാസ്കൽ എന്ന് പറയും. അതുകൂടാതെ 1 Nm/m എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളോട് പാസ്കൽ അല്ലാതെ ഓപ്ഷനകത്ത് Nm/m എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. പറഞ്ഞിരിക്കുക. യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. പാസ്കലിന് അതുകൂടാതെ വേറെയും കുറേ യൂണിറ്റ്, പാസ്കൽ എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആണ്, യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് ആണ്, പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നോളൂ. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പാസ്കൽ എന്ന് പറയും. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണ് അല്ലേ? അതുപോലെ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? പാസ്കൽ തന്നെയാണ്. നോട്ട് ചെയ്യുക. Next, question number 9. In the stress strain curve, the point at which the material began to undergo plastic deformation, permanent set is called. എന്താ അതിന് പറയുന്നത്? നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ വരയ്ക്കും. അപ്പോൾ ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ the point at which the material began to undergo plastic deformation, ഇനി നമ്മൾ എന്താ പറയുന്നത്? പ്രൊപ്പോർഷണൽ ലിമിറ്റ്, എലാസ്റ്റിക് ലിമിറ്റ്, ബ്രേക്കിംഗ് പോയിന്റ്, ഈൽഡ് പോയിന്റ്. അതിന് പറയുന്നത് എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? ഈൽഡ് പോയിന്റ് എന്ന നെയിമിലാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് സ്പെസിഫിക് സ്റ്റേജ് ഓൺ സ്ട്രെസ് ഓർ സ്ട്രെയിൻ കർവ് വെർ എ മെറ്റീരിയൽ ട്രാൻസിഷൻ ഫ്രം എലാസ്റ്റിക് ടു പ്ലാസ്റ്റിക് ബിഹേവിയർ എന്നാണ് പറയുന്നത് ഈൽഡ് പോയിന്റിന് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ ഗ്രാഫുകളൊക്കെ നമ്മളെ ക്ലാസ്സിലുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. Question number 10. Which of the following limitation is correct of Bernoulli's equation? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് പോലെയുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതാണ് ലിമിറ്റേഷൻ അല്ലേ? കുറച്ച് ലിമിറ്റേഷൻസ് ആണ് തന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് വരുന്നത് ബെർണോളിസ് ഇക്വേഷൻ പ്രകാരം കറക്റ്റായിട്ട് വരുന്ന താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് നോട്ട് അപ്ലിക്കബിൾ ഫോർ turbulent flow. It is only applicable for turbulent flow of a fluid but not applicable for streamline flow. It is only applicable for streamline flow of a fluid as well as for turbulent flow. All of the above. ഏതാ വരുന്നത് ആൻസർ കറക്റ്റ് ആയിട്ട്? ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ടർബുലൻറ്റ് ഫ്ലോ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ബെർണോളിസ് ഇക്വേഷൻസ് അതുപോലെ യങ്സ് മോഡുലസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. ഓരോന്നിൻ്റെയും യൂണിറ്റ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് 3 മാർക്കാണ് അത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂൾ ഇതേപോലെ നമ്മളുടെ എന്തിലും വരുന്നുണ്ട്, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കേസിലും വരുന്നുണ്ട്. രണ്ടും കൂടി കൺഫ്യൂഷൻ ആകാതെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.